ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ റൂമിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് റൗണ്ട് എടുപ്പിക്കാം കേട്ടോ. അപ്പോൾ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫുൾ മഴയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ വെയിൽ ഉദിച്ചിട്ടുണ്ട്. 2 ദിവസം കൂടിയാണ് കേട്ടോ വെയിൽ ഉദിക്കണം. ഇന്നലെ ഞായറാഴ്ചയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഹാപ്പി മൺഡേ ആവുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നേ. പക്ഷേ രാവിലത്തെ മഴ കണ്ടപ്പോൾ ഒന്ന് പേടിച്ചെങ്കിലും ഇപ്പം നല്ല വെയിൽ ഉദിച്ചു. മുഖത്തേക്കൊക്കെ വെയിലടിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എത്ര ദിവസം കൂടിയെന്നറിയോ, 2-3 ദിവസമായി ഇതുപോലെ ഒന്ന് വെയിൽ ഉദിച്ച് കണ്ടിട്ട് കേട്ടോ. അത്ര മഴയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഈ വ്ലോഗ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് മനസ്സിലായി. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾ ഇത്രയധികം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതേ വെയിലുണ്ടോ ഭയങ്കര സന്തോഷം. കിളികളൊക്കെ ഇപ്പോഴാട്ടോ പുറത്തേക്ക് ഇറങ്ങണേ. ഇതുവരെ കൂടെ വച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഉച്ചയായി, മണി 12:30 ഏകദേശം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ക്യാമറ കൊണ്ടുപോകാം നമുക്ക്. ഓക്കെ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അമ്മ പൊതിച്ചോറുണ്ടാക്കി തന്നെ. ഇന്ന് എന്തൊക്കെ കറികളാണ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ന്യൂസ് പേപ്പറൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ. നോക്കട്ടെ എന്തൊക്കെയാണ്. പുതിയ തുറക്കാൻ പോവാണേ. നിങ്ങളെ കാണിച്ചു തുറക്കാം. മുട്ടയൊക്കെ ഉണ്ടല്ലോ. വാ, അടിപൊളിയാണ്. ഇത്ര ചോറ ഞാൻ ഉണ്ടെന്നുള്ളൂ കേട്ടോ. വളരെ കുറച്ചേ ഉള്ളൂ. കണ്ട ഇന്നത്തെ പൊതിച്ചോറ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. പേപ്പർ എടുത്ത് മാറ്റാം ആദ്യം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നോളൂല്ലോ. നല്ല ഭംഗിയായിട്ടുണ്ട്. സോ ഡെലീഷ്യസ്. കണ്ടോ എന്തൊക്കെ കറികളാണെന്ന് നമുക്ക് നോക്കാം. ചോറ് ഇച്ചിരി ഉള്ളൂ. മുട്ട പൊരിച്ചത്, അച്ചാറ്, ചാള വറുത്തത്, പിന്നെ ഇതെന്താ, കുമ്പളങ്ങ തോരനാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറ്. ഇത് കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. ഇതിപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങാന്ന് അറിയില്ലാത്തത്. ഇവിടെ നിന്ന് എടുക്കാം ഏതായാലും. ഈ പിക്കിള് ഭയങ്കര സൂപ്പർ പിക്കിളാട്ടോ. അമ്മയുടെ വക സ്പെഷ്യലാണ്. നാരങ്ങ ഡേറ്റ്സ് പിക്കിളാ. അടിപൊളിയാ. അതെ. ഉച്ചയ്ക്ക് പൊതിച്ചോറ് കഴിക്കുന്ന ഞാൻ. ഉച്ചയ്ക്ക് പൊതിച്ചോറാണ് കഴിക്കണമെന്ന്. വീട്ടിൽ ഇരുന്ന് പൊതിച്ചോറ് കഴിക്കാം. എന്തായാലും പുറത്തു പോയി പൊതിച്ചോറ് കഴിക്കാൻ നിർത്തിയില്ല. അപ്പം മുട്ടയൊക്കെ കൂട്ടി ഒരു കഴിപ്പുണ്ട്. കണ്ടോ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അടിപൊളി പൊതിയല്ലോ. നിങ്ങൾക്ക് കണ്ട മീനൊക്കെ കൂട്ടി കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണേ. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കൊരു ചേഞ്ചിനൊക്കെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യട്ടോ. വീട്ടിലിരുന്ന് തന്നെ കഴിക്കാം. ഞാനിങ്ങനെ പൊതിച്ചോറൊക്കെ കഴിച്ച് ലാവിഷായിട്ട് ഫുഡൊക്കെ കഴിച്ച് അമ്മയുടെ ചോറും കറികളും ഒക്കെ എപ്പോഴും ഇങ്ങനെ കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ചോറും കറികളും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും അമ്മ എപ്പോഴും പാത്രത്തിൽ വെക്കുക. ഹലോ. അപ്പോൾ ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം കേട്ടോ റെസ്റ്റ് ചെയ്തോളും. അപ്പോഴേക്കും അമ്മ വേഗം വിളിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ വേറെ എന്തൊക്കെയോ കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് വേഗം എന്നെ വിളിച്ചോട്ട് വന്നു കേട്ടോ. ഇന്ന് എൻ്റെ ചെറുപ്പകാലത്തിൽ നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരു ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഒരു നാടൻ കറിയാണ്. എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ ഒരുപാട് കഴിക്കുമായിരുന്നു ചെറുപ്പത്തിൽ. അന്ന് ചിലപ്പോൾ കുറേ കഴിയുമ്പോഴത്തേനും ഇത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. കാരണം എന്നും അന്ന് ഇതായിരുന്നു കറി. പക്ഷെ പിന്നെ ആയപ്പോഴേക്ക് ഈ കറി അങ്ങ് കുറഞ്ഞു വന്നു. ഇപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ കറി ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ആ കറിയാണ് ഇന്ന് ഇവിടെ അമ്മ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവർക്കും ചെമ്മീൻ വെച്ചിട്ടുള്ള ഡിഷസ് ഇഷ്ടമാണെന്ന് അറിയാം. അമ്മ നിൽക്കണ ഓടിയാ നടക്കണേ. അമ്മ ഈ കുക്കിങ്ങിന്റെ തിരക്കിലായതുകൊണ്ട് ഓരോന്നും പാകം നോക്കി ചെയ്യണം. അതിന്റെ തിരക്കിലാണ് ഓടി നടക്കുന്നത്. ആരോഗ്യം കുറവാണ്. അമ്മ കൂടുതൽ ഉഷാറായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ വന്നു കഴിയുമ്പോൾ എല്ലാവരോടും ഓടി വന്നിട്ട് സംസാരിക്കും കേട്ടോ.
ഇന്ന് ഇച്ചിരി ഡള്ളാണ്. എന്നാലും കുഴപ്പമില്ല, നേരത്തേക്കാളും കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു വ്ളോഗിൽ എന്താ അമ്മ സംസാരിക്കാത്തതെന്ന് ചോദിച്ചു. അത് സുഖമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇനിയും നല്ല ഉഷാറായിട്ട് വന്നിട്ട് സംസാരിച്ചാലല്ലേ രസമുള്ളൂ. ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയത്. അപ്പൊ പിന്നെ ആരോഗ്യം എനിക്ക് വളരെ കുറവാണ്, അതുകൊണ്ടാണ് നിങ്ങളെ ഫേസ് ചെയ്യാത്തത്. വേറൊന്നും ആയിട്ടല്ല കേട്ടോ, ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യം വീണ്ടെടുത്ത് വന്ന അതുകൊണ്ടാണ്. അതെ, അപ്പൊ നല്ല എനർജറ്റിക് ആയിട്ട് വരാനായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി ആ വീഡിയോ നമുക്ക് സംഭവം ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അതിൽ ഞാൻ ചെമ്മീൻ കാണിച്ചു തരാവേ. അപ്പൊ നമ്മുടെ ചെമ്മീൻ കണ്ടോളൂ. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ചെമ്മീനാട്ടോ. ഈ അടിപൊളി ചെമ്മീൻ വെച്ചിട്ടുള്ള ഡിഷാണ് ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോണേ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ തീർക്കൂട്ടോ. ഈ ചെറുപ്പത്തിലെ ഈ ചെമ്മീനും തേങ്ങാക്കൊത്തും കൂടെ ഉണ്ടാക്കുമ്പോ അതിന്റെ വെള്ളം തായോ. അതെ അതെ അതെ, ചെമ്മീൻ വേവിച്ച വെള്ളം ഇപ്പോഴും കിട്ടിയാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പൊ കിട്ടണ്ട, ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അതിന്റെ സത്ത് മുഴുവൻ അവക്ക് വേണം. എന്നിട്ട് ഞങ്ങള് വെറുതെ പിസറ് തിന്നുക. എപ്പോഴും പറയും ചെമ്മീൻ വെള്ളം തായോ. ഇപ്പോഴും കിട്ടിയാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ മതി, തേങ്ങക്കൊത്ത് വേവിക്കാട്ടോ. ചെമ്മീൻ ചേർക്കാറായി. അമ്മ അങ്ങനെ ഇങ്ങനെ തരൂല. ചെമ്മീനും തേങ്ങാക്കൊത്തും അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ. അടിപൊളിയാണ്. ഓ, എന്താ ഒരു സ്മെല്ല്. ഈ ഒരു സ്മെല്ല് നിങ്ങൾക്ക് കിട്ടണില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കണം. അത്ര ബ്യൂട്ടിഫുൾ സ്മെല്ലാട്ടോ അത്. വെന്തോണ്ടിരിക്കുന്നുണ്ടോ? ഭയങ്കര മഴ കേട്ടോ പുറത്ത്. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. എന്താണ് ഇങ്ങനെ മഴ പെയ്യുന്നതെന്ന് അറിയില്ല. എനിവേസ്, മഴ എപ്പോഴും നല്ലൊരു കാര്യമാണ്. ആർക്കും ദോഷങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മഴ പെയ്തോട്ടെ, അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കൂടി പറ്റുന്നില്ലാത്തൊരവസ്ഥ. ഇന്നിപ്പോൾ ഫുൾ മഴയായിരുന്നു. അപ്പോൾ ചെമ്മീനൊക്കെ അവിടെ വെന്തോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ബംബ്ലൂസ് നാരങ്ങ ഇങ്ങോട്ട് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് വന്നത്. നമ്മുടെ കമ്പിളി നാരങ്ങയില്ലേ, പക്ഷെ അത് മഴ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. നോക്കട്ടെ, ഞാൻ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. പറ്റിയിട്ട് അല്ലെങ്കിൽ മഴയത്ത് നമ്മൾ ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും ലെൻസിന് വെള്ളം കയറുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഞാൻ ഒരു ക്ലിപ്പിംഗ് എന്തായാലും എടുത്ത് കാണിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ മഴയൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് നമുക്ക് സാലഡ് കുക്കുംബർ കട്ട് ചെയ്യാനുണ്ട്. നമ്മുടെ മിയാവാക്കിയിൽ പോയിട്ട് സാലഡ് കുക്കുംബർ കട്ട് ചെയ്യണം. അത് പാകമായിട്ടുണ്ട്. ഇന്ന് എന്തായാലും അത് കട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോയും ഇതിന് കൂടെ ഉണ്ടാവും. നല്ല രസമാണ്. നമ്മുടെ ഓർഗാനിക് ഫാമിങ്ങിൽ നിന്ന് നമ്മൾ തന്നെ നട്ടുണ്ടാക്കുന്ന ആ ഒരു പച്ചക്കറിയുടെ വിളവ് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി സൂപ്പർ അല്ലേ. ഭയങ്കര ഒരു നല്ല ഫീലിംഗ് ആണ്. അപ്പോൾ ആ ഫീലിംഗ് ഇന്ന് അനുഭവിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മഴയൊക്കെ മാറി എല്ലാം ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് വൈകുന്നേരമായിട്ടാണ് അത് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ പോകുമ്പോൾ അമ്മേനെയും വിളിച്ചുകൊണ്ട് പോവാം, കാരണം അല്ലെങ്കിൽ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും മഴയൊക്കെ മാറട്ടെ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഞാനിത് പറ്റിച്ചപ്പോൾ തൊട്ട് ചെമ്മീൻ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അമ്മ എൻ്റെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ പോടണ്ട, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓ, ഇറ്റ്സ് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി സൂപ്പർ. ഭയങ്കര ആ ഒരു സ്മെല്ലും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങ് മോഹിപ്പിക്കുന്ന സ്മെല്ലാണ്. വീണ്ടും നമ്മളെ കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ്. ഇളവൻ തേങ്ങയായിരുന്നു. അധികം മൂത്തട്ടുമില്ല, അധികം വഴുക പാകവും അല്ല. ഇളവൻ ഒരു തേങ്ങയായിരുന്നു. അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടിയത് കേട്ടോ. ചെമ്മീന് നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് നല്ല ഇളവൻ തേങ്ങാക്കൊത്താണെങ്കിൽ ഉണ്ടല്ലോ, അതിന്റെ സ്വാദൊന്നും വേറെ തന്നെയാണ്. അപ്പൊ ചെമ്മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. ഞാനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ വിഷമിച്ചിരിക്കുക കേട്ടോ. എനിക്ക് പുറത്തു പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറ്റണില്ല. അപ്പൊ അമ്മ ഇവിടെ ചെമ്മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ വീണ്ടും ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഉപ്പുമാവ് ഒന്ന് കാണാൻ പോവാം. അമ്മേനെ കാണാനില്ലല്ലോ, ഉപ്പുമാവ് ഇവിടെ ഇരിപ്പുണ്ട്. അമ്മേനെ കാണാനില്ല, ഇപ്പൊ അപ്പുറത്തുനിന്ന് കയറി വരും കേട്ടോ. അപ്പൊ നമുക്ക് ഉപ്പുമാവ് നിറക്കാം കേട്ടോ. എവിടെ ഇരിപ്പുണ്ട്, ഇരിക്കുന്നു. അപ്പൊ നമുക്ക് അതിന്റെ മണമൊക്കെ ആസ്വദിക്കാം. കുറുകെ കട്ട് ചെയ്ത് കുനു 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 പോരാ, ഒരെണ്ണം മുഴുവൻ വേണം. അത് പകുതിയായിട്ട് കട്ട് ചെയ്ത് ചേർത്തുന്നു. അത്ര കുനുകുനൊന്നും അല്ല, മുഴുവൻ വേണം. ശരിക്ക് കുനുകുന അരിഞ്ഞ നല്ലതാണ്. അപ്പയ്ക്ക് വലിയ ഇഷ്ടമാണ് ഉപ്പുമാവ്. ഉപ്പുമാവ് ഇഷ്ടമാണ്. പഴം ഇങ്ങനെ അരിഞ്ഞിടുന്നതാണ് ഇഷ്ടം. എനിക്ക് പഴം കുഴക്കണതാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോൾ വയറത്ര
സുഖമില്ലാത്തതുകൊണ്ട് പഴം കുഴച്ചാൽ ചിലപ്പോൾ പ്രശ്നമാവും, അതുകൊണ്ട് ഞാൻ പഴം എടുക്കാഞ്ഞ. അത് സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ പഴമൊക്കെ ഇട്ട് ഊട്ടി അങ്ങ് കുഴച്ചങ്ങ് കഴിക്കാം. എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യുക, കഴിക്കുക. മഴയത്ത് നല്ലത് നല്ല ചൂട് കാപ്പിയും അല്ലെങ്കിൽ ചായയും അതിന്റെ കൂടെ ഉപ്പുമാവും. ചായ കൂടി കഴിഞ്ഞു. മണി 5 മണി അങ്ങാണ്ടായി. മഴ ആയതുകൊണ്ട് ആകെ താളം തെറ്റിന്നേ. മഴയാണെങ്കിൽ ഈ സമയത്തൊക്കെ നമ്മൾ പുറത്തായിരിക്കും. മഴയാണെങ്കിൽ പുറത്താണോ? മഴയാണെങ്കിൽ അല്ല, മഴ അല്ലെങ്കിൽ കംപ്ലീറ്റ് കൺഫ്യൂഷനായി. അപ്പൊ മഴ ആയതുകൊണ്ട് വീടിനകത്തൊന്നും പോലും മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. മഴ എനിക്ക് അത്ര മതി കേട്ടോ, ഇനി കുറച്ച് മതി. ഇനി അപ്പയ്ക്കാണ് ഇത് മൊത്തം. അപ്പയ്ക്ക് ബട്ടറൊക്കെ ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഞാനിതൊന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാ, അപ്പ അവിടെ ഇരുന്ന് കഴിക്കാൻ പോവാട്ടോ. നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. നല്ല ചൂട് ഉപ്പുമാവാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് കഴിക്കട്ടെ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഇച്ചിരി നല്ല ആവി വറക്കണ ചൂടുണ്ട് കേട്ടോ. കണ്ട, ഇത് നിങ്ങൾക്ക്. ഇനി ഞാൻ കഴിക്കട്ടെ. നല്ല മഴയുള്ള സമയത്ത് ഇങ്ങനെ ചൂട് ഐറ്റമൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അത് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ. ഇനി ബട്ടറൊന്നും ഇടേണ്ട കാര്യമില്ല, നല്ല രുചിയുണ്ട്. സോ ടേസ്റ്റി. ഫുള്ളി ഫിനിഷ് ചെയ്തേ. എന്നിട്ട് മഴ കുറയുകയാണെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. അത്രയൊക്കെ ഉള്ളത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ ഉപ്പുമാവ് ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ. ഞങ്ങൾ സാധാരണ ഉപ്പുമാവും പഴമാണ് കഴിക്കുന്നത്. ചിലർ പഞ്ചസാര കൂട്ടി കഴിക്കും, ചിലർ കടലക്കറിയൊക്കെ കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഏതാണെന്ന് താഴെ മെൻഷൻ ചെയ്യാം. ഓക്കെ. അപ്പം മഴയൊക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ, കാരണം നല്ല മഴയൊക്കെ ആണെങ്കിൽ ക്യാമറയിൽ വെള്ളം നിറയും, അപ്പോൾ ആകെ പ്രശ്നമാവും. അപ്പോൾ മഴ ഫുൾ മാറിക്കഴിഞ്ഞാലാണ് ഇന്ന് പുറത്തിറങ്ങി വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. എന്തായാലും സാലഡ് വെള്ളരി പോയിട്ട് പറിക്കണം, അല്ലെങ്കിൽ ചീത്തയാവും. ഹലോ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഇന്നലെ എന്തോ വ്ളോഗ് എൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഭയങ്കര മഴ തോരണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെ മഴ എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പയാ പറഞ്ഞത് ഇന്ന് കറുത്തവാവാണ്. കറുത്തവാവാണ് ഇന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ മഴ പെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഭയങ്കര വെയിലാണ് കാണുന്നത്. ഇന്ന് കറുത്തവാവായിട്ട് ശരിക്കും ഇടമുറിയാതെ മഴ പെയ്യുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. പക്ഷേ ഇന്നെന്തോ ഒട്ടും മഴയില്ല, നല്ല വെയിൽ. കാലാവസ്ഥയുടെ ഓരോരോ വ്യതിയാനങ്ങളെ. അപ്പോൾ എനിവേസ് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്നലെ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ അതുകൊണ്ട് കുക്കുംബറൊന്നും പറിച്ചില്ല. ഇനിയിപ്പോൾ ഇന്നാണ് നമ്മൾ കുക്കുംബർ പറിക്കാൻ പോകുന്നത്. ഇന്ന് എന്തായാലും നമുക്ക് പറിക്കണം, കാരണം അത് പറിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പാകം തെറ്റിപ്പോവും. അപ്പോൾ പറിച്ചിട്ട് അത് കഴിക്കണതും കൂടി കാണിക്കാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ വ്ളോഗ് എൻഡ് ചെയ്യും. സോ ഇന്നലത്തെ വ്ളോഗ് ഇന്നാണ് കേട്ടോ എൻഡിങ് പറയണത്. ഇന്നലെ വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാ മുറിക്കുള്ളിലിരുന്ന് നമ്മൾ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് രസം ഉണ്ടാവില്ലല്ലോ. കുറച്ചൊക്കെ നമ്മൾ പുറത്തിറങ്ങി നിന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്കും കുറച്ചുകൂടി ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തിറങ്ങി നിന്നിട്ട് വ്ളോഗ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് ഇന്നങ്ങ് പറയാമെന്ന് വിചാരിച്ചു. അതാണ്, ചുമ്മാ ഇന്ന് പറമ്പിക്കടൊക്കെ ഒന്ന് നടക്കുമായിരുന്നു, അതാ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പുറത്ത് വെച്ച് തന്നെ പറയാനായിട്ടൊരു അവസരം കിട്ടി. ഇന്ന് വെയിലുണ്ട്, അപ്പോൾ ഒന്ന് ഒരു ഔട്ട്ഡോർ കുക്കിംഗ് ഒക്കെ ഉണ്ട്. അത് ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ. ഇന്നത്തെ ഔട്ട്ഡോർ കുക്കിംഗ് ഭയങ്കര സംഭവമാണ്. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്റ്റേഷനൊന്നും വേണ്ട, അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ വൈകുന്നേരമായിട്ട് വേണം അമ്മേനെ കൊണ്ട് വിളിച്ചിട്ട് നമുക്ക് കുക്കുംബർ പറിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് അത് കഴിക്കണം കാണിക്കാം കേട്ടോ. കത്തി ഇവിടെ ഉണക്കാൻ വയ്ക്കണം, ഇച്ചിരി ഉണങ്ങാനുണ്ട്. നല്ല അകത്തേക്ക് വെച്ചാൽ കഞ്ഞി അകത്ത് കിടക്കാൻ പോച്ച വിശ്രം വാങ്ങി 2 കാലം കണ്ടായി. കേറട്ടെ. ഹലോ. അമ്മ അവിടെ ഇരുന്ന് ഒരു പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പുസ്തകം വായിക്കുക. വൈകുന്നേരമായി. കുക്കുംബറൊക്കെ പറിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് അമ്മ പുസ്തകം വായിക്കണേ. വൈകുന്നേരം ആയിട്ടില്ല, എന്നാലും ഏകദേശമൊക്കെ വൈകുന്നേരമായി. 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര കോൺസെൻട്രേഷനിലാണ് വായിക്കണേ. എന്തോ പ്രാർത്ഥനാ പുസ്തകമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കൊറിയറിൽ വന്നതാ. അപ്പോൾ എനിവേസ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സാലഡ് കുക്കുംബർ കട്ട് ചെയ്യണതും കഴിക്കണതും ഒക്കെ കാണിക്കാമെന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അമ്മ എന്നെ നോക്കി കളിയാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാലഡ് കുക്കുംബർ കട്ട് ചെയ്യണതും കഴിക്കണതും ഒക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഞാൻ വിചാരിച്ചു കുറേ നമ്മളുടെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ പച്ചക്കറി ഉണ്ടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കറി തൈകളെല്ലാം പുഷ്പിച്ചു കായ്ച്ചൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ഉണ്ട്, എന്നാൽ പിന്നെ ഒരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ സാലഡ് കുക്കുമ്പറുണ്ട്, അമരയുണ്ട്, വെണ്ടയുണ്ട്, പീച്ചിലുണ്ട്, ചിലതൊക്കെ പുഷ്പിച്ചു ചിലതൊക്കെ കായ ഉണ്ടായി തുടങ്ങി. അപ്പോൾ എല്ലാം കൂടി നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതൊരു സെപ്പറേറ്റ് വീഡിയോയിൽ കാണിക്കാം. സോ ഇവിടെ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, അമ്മയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലിപ്പിങ് നിങ്ങളെ കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം അല്ലേ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുക്കുമ്പറാണ്. നമുക്ക് കിച്ചണിൽ പോയി കാണിച്ചു തരാം. ഓക്കെ, നല്ല നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പച്ചക്കറികൾക്കൊക്കെ ഇത്രയും സ്വാദുണ്ടെന്ന് സത്യത്തിൽ ഞാൻ അറിയാമായിരുന്നു. പക്ഷെ എങ്കിലും വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ അത് ഫീൽ ചെയ്യുന്നത്. നമുക്കത് അനുഭവിച്ചറിയുന്നത് വളരെ വൈകിയാണ്. അപ്പോൾ പണ്ട് കാലത്തുള്ള നമ്മുടെ പൂർവികരൊക്കെ ശരിക്കും പറമ്പിൽ നിന്ന് നട്ടുണ്ടാക്കിയ പച്ചക്കറികളൊക്കെയാണ് സ്ഥിരം അവർ കഴിച്ച് ജീവിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ ഗുണം പിന്നീട് അവരുടെ ഹെൽത്തിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ. എല്ലാം മണ്ണിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിഷമയമില്ലാത്ത പച്ചക്കറികളുടെ ആ ഒരു ഗുണം പിന്നീട് നമ്മൾ അവരുടെ ആരോഗ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിവേസ് നമ്മുടെ സാലഡ് കുക്കുമ്പറിൻ്റെ ഒരു ചെറിയ പിക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇതാണ്. എന്തോരം അരികളാന്ന് നോക്കിയാൽ, നിറച്ചതിനകത്ത് അരികളാണ് കേട്ടോ. അതാ എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്തോരം അരികളാണെന്നറിയാം. നല്ല കറമുറാ സ്വാദുമാണ്. അപ്പം നമുക്കത് മറ്റൊരു വീഡിയോയിൽ എല്ലാം കൂടി ചേർത്ത് ഹാർവെസ്റ്റ് കാണിക്കാം, എല്ലാ പച്ചക്കറികളുടെ കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇനി മറ്റൊരു വീഡിയോയിലൂടെ, തകർപ്പൻ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അമ്മ അപ്പുറത്ത് ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ഹെൽത്ത് ശരിക്കും അങ്ങോട്ട് ഓക്കെ ആയിട്ടുള്ള റിക്കവറി ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ വരുന്ന വീഡിയോസിലൊക്കെ നല്ല ഉഷാറായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേൾക്കാൻ പറ്റും. നിങ്ങളോട് ഒത്തിരി വർത്തമാനം പറയാൻ വരുന്നുണ്ട്. ഇരുന്ന് വർത്തമാനം പറയാൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കൂടി ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുള്ളൂ. അതൊക്കെ വേഗം ഒന്ന് ചെയ്തേക്കുക. ചെയ്തവരൊന്ന് റീചെക്ക് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണും വരേക്കും ബൈ.